അലവൻസ് വർധന ആവശ്യപ്പെട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് വിമാനയാത്രക്കാർ. സംസ്ഥാനത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും പ്രതിഷേധം. രാജ്യവ്യാപകമായി 70ഓളം സർവീസുകൾ റദ്ദാക്കി. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകളും നടത്തുന്നില്ല. സമരം നിയമവിരുദ്ധമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതികരണം. യാത്ര മുടങ്ങിയവർക്ക് പണം തിരികെ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ, കരിപ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീം, നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എന്നിവരാണ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഹരികൃഷ്ണനിലേക്ക്. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലെ സാഹചര്യം എന്താണ്? യാത്രക്കാരെന്താണ് പറയുന്നത്? വേണു, ഇന്നലെ വൈകുന്നേരം മുതൽ ഈ തരത്തിൽ ഈ ഷാർജ, ദുബായ് തുടങ്ങിയ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിരവധി യാത്രക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ അവർക്കാർക്കും ഇവിടെ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ എയർ ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പില്ലാതെയുള്ള ഈ വിമാനം റദ്ദാക്കിയതാണ് ഇത്തരത്തിലൊരു കാരണം. അവർ ഇന്നലെ വൈകിട്ട് വന്നവർ പല സാഹചര്യങ്ങൾ കൊണ്ട്, അതായത് ആശുപത്രി അടക്കമുള്ള എമർജൻസി സാഹചര്യം, അടിയന്തര സാഹചര്യത്തിൽ പോകുന്നവർ അടക്കം ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെയും ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അത്ര വലിയ രീതിയിലുള്ള പ്രതിഷേധമില്ല എങ്കിലും ചില യാത്രക്കാർക്കെങ്കിലും എയർ ഇന്ത്യ അത്തരത്തിലൊരു ബദൽ സംവിധാനം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അടിയന്തരമായി ഇത്തരം യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് എയർ ഇന്ത്യ ഇത്തരത്തിൽ ഈ ഇനി വരാനിരിക്കുന്ന ഫ്ലൈറ്റുകളിൽ മറ്റു സംവിധാനം, ബദൽ സംവിധാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളോട് പ്രതികരിച്ച ഒരു യാത്രക്കാരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഭർത്താവ് ഈ ഹോസ്പിറ്റലൈസറാണ്, ഈ ഹൃദയസ്തംഭനം മൂലം ആശുപത്രിയിലാണ്. അപ്പോൾ അത് ഇന്ന് ഓപ്പറേഷൻ നടക്കേണ്ടതാണ്. ആ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ എയർ ഇന്ത്യ അത്തരത്തിലൊരു സംവിധാനം ഒരുക്കി കൊടുത്തു എന്നുള്ളൊരു കാര്യം കൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നിലവിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. നിലവിൽ പൂർണ്ണമായും തന്നെ ഈ പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ല എന്നുള്ളതുമുണ്ട്. അതായത് ചില യാത്രക്കാർ മടങ്ങിപ്പോവുകയും ചെയ്തു, വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ എയർപോർട്ട് അതോറിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മറ്റ് ദിവസങ്ങളിൽ പല ദിവസങ്ങളിലായി ഇവർക്ക് ഇത്തരത്തിൽ ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കും, മറ്റ് വിമാനങ്ങൾ ഒരുക്കി കൊടുക്കും, യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും പ്രതിസന്ധി പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ജോലി, ഈ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യവുമായി ബന്ധപ്പെട്ടവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും 4 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഷാർജ, അബുദാബി, മസ്കറ്റ്, ദുബായ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകാനുള്ള 4 വിമാനങ്ങളോളം ഇതുവരെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അലവൻസ് വർധനയുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ സമരം ചെയ്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ എയർ ഇന്ത്യയുടെ അധികൃതരുമായി സംസാരിക്കുന്ന സമയത്ത് അവർ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ്. ഈ സീനിയർ ക്രൂ ക്യാബിനുള്ളവരാണ് ഇത്തരത്തിൽ സമരം ചെയ്തത് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നിലവിൽ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധം ഇല്ലെങ്കിൽ പോലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണു, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ സമരം യാത്രക്കാരെ വലച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് മസ്കലിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് കൈവഴിയാണ്, കാരണം ഇത് ഫുൾപാത്ത് ടിക്കറ്റ് പോലെയായി. അപ്പോൾ നമ്മൾ ഈ എയർ ഇന്ത്യ സർവീസ് നല്ല സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ക്യാൻസലാണ്. നമ്മുടെ ഫോണിലോ ഒന്നിലും ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല, നമ്മളാരും വിളിച്ചും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ഒരാഴ്ച സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ക്യാബിൻ ക്രൂ അവർ എന്തോ സ്ട്രൈക്കാണ് ഇവിടെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ 10,000-6,000 രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോൾ 10-ാം തീയതിക്ക് റീഷെഡ്യൂൾ വന്നിട്ടുണ്ട്, അതിനിപ്പം 10-ാം തീയതി വീണ്ടും ഉണ്ടോ കൺഫേം അല്ല. ഞങ്ങൾക്ക് ഒരു മെസ്സേജോ മെയിലോ ഒന്നും അയച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴേ പറയുന്നത് ഇതുപോലെ ക്യാൻസലായി, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത്ര കാശ് മേടിച്ച് റീഫണ്ട് തരാൻ ചോദിച്ചാൽ അത് റീഫണ്ട് 2 വീക്സ് ആവും എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 തീയതി ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. മാനേജർ ആണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അതൊരു കാരണം പറയുന്നില്ല. അവർ പറയുന്നത് ക്യാബിൻ ക്രൂഡ് എന്തോ ഒരു സമരം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇവർക്ക് വേണമെങ്കിൽ അവരൊരു കോംപ്രമൈസ് എത്തി ഞങ്ങൾ ചെയ്യായിരുന്നു. അവരൊന്നിനും റെഡി ആവുന്നില്ല. വേണ്ട, ഞങ്ങൾ മാത്രം പറഞ്ഞു വിട്ടാൽ മതി. ഞങ്ങൾക്ക് ലഗേജ് കൊണ്ടുപോകണം നിർബന്ധമില്ല. ആകെ 2 ജോഡി ഡ്രസ്സ് മാത്രമേ ഞങ്ങളെ പെട്ടിയിലുള്ളൂ. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. വിഷ്ണു സുരേഷ് ഉണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. വിഷ്ണു, അവിടെ എത്ര സർവീസുകളാണ് റദ്ദാക്കിയത്? എന്താണ് യാത്രക്കാരുടെ സ്ഥിതി?
വേണു, നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ട 4 വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു ആഭ്യന്തര സർവീസ് ഉൾപ്പെടെ 4 വിമാനങ്ങൾ, ആകെ മൊത്തം 8 വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ആളുകൾ വലിയ പ്രതിഷേധം വെളുപ്പിനെ മുതൽ രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഒരു അറിയിപ്പും ഇല്ലാതെയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദ് ചെയ്തത്. പലരും കായംകുളത്ത് നിന്നും അതോടൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുണ്ട്. ഇന്ന് വിസ തീരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നാളെ ജോലിക്ക് ലീവ് തീർന്ന ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് നാളെ മസ്കറ്റിൽ ഉൾപ്പെടെ ജോലിക്ക് കയറേണ്ട ആളുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതിനൊരു മറുപടി, ഔദ്യോഗികമായൊരു മറുപടി എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഈ സർവീസുകൾ തങ്ങൾ പൈസ റീഫണ്ട് ചെയ്യാൻ തയ്യാറാണ്, അതല്ല എങ്കിൽ ഇത് ടിക്കറ്റ് മാറ്റി നൽകാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഇതെപ്പോൾ പുനരാരംഭിക്കും എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. 10-ാം തീയതിയും 11, 12 തീയതികളിലേക്കാണ് നിലവിൽ ടിക്കറ്റ് മാറ്റി നൽകിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ പ്രശ്നം പരിഹാരമാകുമോ എന്നുള്ള കാര്യത്തിൽ എയർ ഇന്ത്യക്ക് തന്നെ ഒരു സംശയമുണ്ട്. എല്ലാ യാത്രക്കാരോടും തങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നൊരു ഔദ്യോഗിക പ്രതികരണം എയർ ഇന്ത്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിസന്ധിക്ക് കാരണം ഇന്നലെ രാത്രി 9 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ പെട്ടെന്ന് സിക്ക് ലീവുകൾ എടുത്താണ്. പ്രതിഷേധ സൂചകമായാണ് ലീവുകൾ എടുത്തത്. കാരണം അവരുടെ അലവൻസ് ഉൾപ്പെടെ വെട്ടിക്കുറക്കുന്ന സാഹചര്യം, അതായത് ഉയർത്തി നൽകണം എന്നുള്ളതാണ് ഈ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ ആവശ്യം. മതിയായ പരിഗണന എയർ ഇന്ത്യ തങ്ങൾക്ക് നൽകുന്നില്ല എന്ന് ചൂണ്ടി 250-ലധികം വരുന്ന രാജ്യവ്യാപകമായി 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് ഇതിൽ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകളാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ചർച്ചകൾ ഏത് തരത്തിലായിരിക്കും ഇനി അവസാനിക്കുക എന്നറിയില്ല. ആ ചർച്ചകൾ പൂർണ്ണമായി അവസാനിക്കുക, അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിൽ അവസാനിച്ചാൽ മാത്രമേ സർവീസുകൾ പുനരാരംഭിക്കാനാകൂ എന്ന് ഇതിനോടകം എയർ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് 3 സർവീസുകൾ വിമാനത്താവളത്തിൽ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനുണ്ട്. അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വന്നിട്ടുള്ളത്. പുറപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഈ ചർച്ചയിൽ ഒരു ഫലം കണ്ടാൽ മാത്രമേ ആ വിമാനങ്ങൾ പുറപ്പെടുന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവർ നേരിട്ടു. അതായത് കുറേയേറെ ഈ ട്രാവൽ അലവൻസ്, മറ്റു ജില്ലകളിൽ നിന്ന് എത്തിയവർ ഒരുപാട് പൈസ മുടക്കിയാണ് എയർപോർട്ടിലേക്ക് എത്തിയത്. അവർ ഇനി വീണ്ടും ഒരിക്കൽ കൂടി വരേണ്ടി വരുന്നു. ഒരു മുന്നറിയിപ്പ് മൂലം തങ്ങളുടെ ടിക്കറ്റ് റദ്ദ് ചെയ്തു എന്ന് പറയുന്നത് അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയേ മതിയാകൂ എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വേണം. ശരി, കരിപ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീമും ചേരുന്നു. സമീർ, എന്താണ് കരിപ്പൂരിലെ സാഹചര്യം? വേണു, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ 12 വിമാനങ്ങളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. ദുബായ്, കുവൈത്ത്, ജിദ്ദ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. യാത്രക്കാർ വളരെയധികം പ്രയാസത്തിലാണ്. പല യാത്രക്കാരും മണിക്കൂറുകൾക്ക് മുന്നത്തെ വിമാനത്താവളത്തിൽ എത്തിയവരാണ്. മുന്നറിയിപ്പില്ലാതെ റദ്ദ് ചെയ്തതിൽ അവർക്ക് വലിയ വിഷമവും പരാതിയുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് റദ്ദാക്കിയത് മൂലം, ഈ യാത്ര മുടങ്ങിയത് മൂലം ജോലി നഷ്ടമായ ആളുകൾ, ഇന്റർവ്യൂ നഷ്ടമായ ആളുകൾ, അങ്ങനെ വിസ കാലാവധി അവസാനിക്കുന്ന ആളുകൾ, ഇങ്ങനെ നിരവധിയായ ആളുകൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യാത്രക്കാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായി, തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് എൻ്റെ. അപ്പോൾ ടിക്കറ്റ് ഫെയർ കൂടുതലുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് കുറഞ്ഞ ദിവസത്തേക്കുള്ളത്, അപ്പം ലാസ്റ്റ് ഡേറ്റ് വെച്ചാൽ എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിയപ്പോഴെന്ന് പറയുന്നത് ക്യാൻസലാണ്, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഒരു ഉത്തരവാദിത്തമില്ല, യാതൊരു ഇതുമില്ല. എൻ്റെ ഇന്ന് രാത്രി 12 മണിക്ക് അവിടെ ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ വിസ ഓൾറെഡി ക്യാൻസലാവും. എനിക്ക് കുവൈത്തിലേക്ക് പോകാനേ കഴിയില്ല. എൻ്റെ ജോലിയെ ബാധിക്കും. ജോലി മാത്രമല്ല, വിസയാണ് ക്യാൻസലായി പിന്നെ അവിടെ പോകാനാകില്ലല്ലോ. അതുകൊണ്ട് ജോലിയും പെരുവഴിയിലായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. പല ആൾക്കാരും വിളിക്കുകയും വേറെ ഫ്ലൈറ്റ് കിട്ടുമെന്നൊക്കെ നോക്കിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് വലിയ തുകയാണ് ഇപ്പം ഓരോ ഫ്ലൈറ്റും ചിലത്. അതൊക്കെ അവിടെ കൃത്യമായിട്ട് അവിടെ ആ ടൈമിന് മുമ്പേ എത്തും എന്നുള്ളൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുക. അതായത് ഇന്ന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജോലി നഷ്ടമാകും, വിസ നഷ്ടമാകും, പിന്നെ അങ്ങോട്ടേക്ക് പോകാനേ കഴിയില്ല. ഇന്ന് രാത്രി 12 മണിയോടുകൂടി എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ വിസ, അവിടത്തേക്കുള്ള പെർമിഷൻ നഷ്ടപ്പെടും. എനിക്ക് അവിടെ ഇറങ്ങാനേ കഴിയില്ല. ഇന്നിനി വേറെ ഏതെങ്കിലും ഫ്ലൈറ്റുകൾ അങ്ങോട്ടേക്ക് പോകാനുണ്ടോ? ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഹൈദരാബാദ് പോയിട്ട് പോകുന്നൊരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അത് തന്നെ വലിയൊരു തുകയാണ്. അല്ലാണ്ട് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരം കയ്യിലൊരു പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. പൈസ സംഘടിപ്പിച്ചാൽ തന്നെ ആ ഫ്ലൈറ്റ് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ അവിടെ എത്തേണ്ട ഒരു സാഹചര്യം കൂടില്ല. അപ്പോൾ അത് നടക്കുമോ? അത് നടക്കുന്നത് ഉറപ്പില്ല. അങ്ങനൊരു ബേജാറിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും എന്നുള്ളതാണ്. 2.5 മണിക്കൂർ വ്യത്യാസം. 12 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കുഴപ്പമില്ല. ഇത് ഇപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അത് ഡിലേ ആണോ ഒന്നും അറിയില്ലല്ലോ. അവിടെ എത്തിയിട്ട് അവധി പറഞ്ഞോട്ട് ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരും. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാനോ കഴിയില്ല.
ഇവർ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതർ എന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഒരു സൊല്യൂഷനും പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ക്യാൻസൽ ആക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാം. നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, വേറൊരു ദിവസം പോകാനുള്ള ചാൻസ് ഇല്ലല്ലോ. വേണു, ഇതാണ് യാത്രക്കാരുടെ ഒരു അവസ്ഥ. ഇങ്ങനെ ഈ ജോലി നഷ്ടമാകുന്ന ആളുകൾ പ്രതിസന്ധിയിലായിരിക്കും. പ്രത്യേകിച്ച് ഇവർക്ക് കരിപ്പൂരിലേക്ക് മറ്റൊരു വിമാനത്താവളത്തിൽ പോയി അവിടെ മറ്റൊരു ഫ്ലൈറ്റ് പിടിച്ച് യാത്ര പോകണമെങ്കിൽ അതിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ അവിടെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള സമയവും ഒരു സാഹചര്യവും നിലവിൽ ഇവർക്കില്ല. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത്, എയർ ഇന്ത്യ പറയുന്നത് റീഫണ്ട് നൽകാമെന്നും മറ്റൊരു ദിവസം യാത്ര തുടരാമെന്നുള്ളതാണ്. അതും പ്രായോഗികമല്ല എന്നുള്ളതാണ്. നിങ്ങളും യാത്ര മുടങ്ങിയോ? അയാൾ ഉംറ സംഘമാണ്. ഉംറ സംഘം 40 പേരോളം പോകാനുള്ളതാണ്. കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. നമ്മൾ കാസർഗോഡ് ഭാഗത്തു നിന്ന് വന്നവരാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് മുടങ്ങി എന്നുള്ളത്. നമ്മൾ രാവിലെ മുതലേ രാത്രി ഇന്നലെ 10 മണിക്ക് ഇവിടെ പുറപ്പെട്ട് ഇവിടെ എത്തിയതാണ്. രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഫ്ലൈറ്റും ക്യാൻസലാണ്. പിന്നെ അവർ പറയുന്നത് റീഫണ്ടാണ്. റീഫണ്ട് നമ്മൾ 40 പേർക്ക് റീഫണ്ട് തന്നുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസത്തേക്കും വേറെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ല, അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇത്രയും 40 പേരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രയാസം നേരിടുന്നു. ഇന്ന് മുതൽ അവിടെ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം പോലും അവർ ഏറ്റെടുക്കുന്നില്ല. ശരിക്കും നമുക്ക് നഷ്ടപരിഹാരമാണ് ആവശ്യം. കാരണം ഇത്രയും ആളുകളെ നമ്മളിവിടെ താമസിപ്പിക്കേണ്ടി വരും. അടുത്ത ഫ്ലൈറ്റ് നമ്മൾ നോക്കേണ്ടി വരും. ഈ നിലവിലുള്ള ചാർജല്ല ഫ്ലൈറ്റിന് ചാർജ് വരിക. അവിടുത്തെ റൂം ചാർജ് മറ്റൊക്കെ ഇനിയുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതായത് ഇവിടുത്തെ യാത്രക്ക് അനുസരിച്ച് അവിടെയും റൂമൊക്കെ ബുക്ക് ചെയ്ത് പണം ചിലവാക്കി റെഡിയാണ്. അപ്പോൾ അത് 40 പേരാകുമ്പോൾ അതിനനുസരിച്ചുള്ള സാമ്പത്തികം അവിടെ വരുമല്ലോ. അതുപോലെ ടിക്കറ്റിലും അതിനനുസരിച്ചുള്ള വേരിയേഷനും കയറ്റവും വരും. പിന്നെ മാത്രമല്ല വിസ, ഉംറ വിസ അവസാനിക്കലായി. ഹജ്ജിൻ്റെ സമയമല്ലോ. ശരി, വേണു, ഏതായാലും ഈ തീർത്ഥാടക യാത്രക്കാർ സമീർ ബിൻ കരീമാണ് കരിപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.